ഗുരുവായൂരിൽ നിന്ന് 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ കാണുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട അല്ലെങ്കിൽ ആനക്കോട്ട. നാനാജാതി മതസ്ഥരായ ആളുകൾ സന്ദർശിക്കുന്ന ഒരു കോട്ട കൂടിയാണ് ഈ പുന്നത്തൂർ കോട്ട. ഗുരുവായൂരിലെ ആനകളെല്ലാം പാർപ്പിച്ചിരിക്കുന്ന ഈ കോട്ടയ്ക്കകത്താണ്. 11.5 ഏക്കറോളം പരന്നു കിടക്കുന്ന പ്രശാന്ത സുന്ദരമായ ഒരു ഭൂമിയാണ് ഇവിടം. ഈ കോട്ട ഭരിച്ചിരുന്നത് ആരാണ്? ഇതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ആരാണ്? ഇവരുടെ പിൻഗാമികളും മുൻഗാമികളും ആരൊക്കെ ആയിരുന്നു? അതുപോലെ തന്നെ ഇവര് കൊച്ചി രാജ്യവുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം പുലർത്തിയിരുന്നത്? അതുപോലെ എങ്ങനെയാണ് സാമൂതിരിയുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നത്? ഡച്ചുകാരുമായിട്ടുള്ള ഇവരുടെ ബന്ധം എങ്ങനെയായിരുന്നു? അതുപോലെ ടിപ്പുവിന്റെ അധിനിവേശ കാലത്ത് ഇവർ അതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിച്ചു? തദ്ദേശീയരായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെയും പിന്തുണ ഇവർക്ക് ഏതൊക്കെ രീതിയിൽ ലഭിച്ചു? അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഈ സ്ഥലം എത്തിച്ചേർന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. പുന്നത്തൂർ കോട്ടയുടെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനോ വീഡിയോ എടുക്കാനോ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പുന്നത്തൂരിലേക്ക് യാത്ര ചെയ്ത് പുന്നത്തൂരിൽ നിന്ന് കുന്നംകുളം വരെ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ ചരിത്രങ്ങളെല്ലാം പറയുന്നത്. ഹായ്, നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോന്റെ ചില പരിമിതികൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാ എൻകറേജ്മെന്റും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. ഇത് ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ നിന്ന് പുന്നത്തൂർ കോട്ടയിലേക്ക് 3 കിലോമീറ്റർ ആണ് ദൂരം. നമുക്ക് പുന്നത്തൂർ കോട്ടയുടെ ചരിത്രമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പൂർവികമായ കാലഘട്ടങ്ങളെ കുറിച്ചിട്ടുള്ള ചരിത്രരേഖകളൊന്നും ലഭ്യമല്ല. കിട്ടിയ രേഖകളെല്ലാം ബ്രിട്ടീഷ് രേഖകളിൽ നിന്നാണ്. അതായത് നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് കൊച്ചി രാജാവും സാമൂതിരിയുമായി കലഹത്തിലായിരുന്നല്ലോ. പുന്നത്തൂർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായപ്പോൾ ഈ പ്രദേശമെല്ലാം കോർട്ട് ഓഫ് വാർഡ്സിന്റെ കീഴിലായി. എന്താണ് കോർട്ട് ഓഫ് വാർഡ്സ് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അവരുടെ ആ ഔദ്യോഗിക രേഖകളിൽ നിന്നാണ് ചില കാര്യങ്ങൾ ലഭ്യമായത്. അപ്പൊ അതിൽ ഈ പുന്നത്തൂർ നമ്പൂതിരിമാരുടെ ഭവനമായിരുന്നു ഈ പുന്നത്തൂർ കോട്ട. ഇത് ഗുരുവായൂർ അംശത്തിലാണ്. ഈ പൊന്നാനി താലൂക്കിലെ വെളിയങ്കോട് മുതൽ ചാവക്കാട് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങൾ, അതായത് ഈ കടൽ തീരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങൾ ഈ നമ്പൂതിരിമാരുടെ അധീനതയിലായിരുന്നു. അപ്പൊ ഈ പുന്നത്തൂർ കോട്ട എന്ന് പറയുന്നത് പുന്നത്തൂർ നമ്പൂതിരിമാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യഥാർത്ഥത്തില് ചാവക്കാട് കക്കാട് നമ്പൂതിരിയുടെ ഒരു സേവനം മാനിച്ച്, കാരണം അവർക്ക് സാമൂതിരിയോടുള്ള ഉണ്ടായ അല്ലെങ്കിൽ ആ കൂറ് മാനിച്ച് സാമൂതിരി നൽകിയ ഇഷ്ടദാനമായ ആണ് ഈ പുന്നത്തൂർ പ്രദേശം. കക്കാട് നമ്പൂതിരിയുടെ അനന്തരാവകാശികളാണ് പിന്നീട് പുന്നത്തൂർ നമ്പൂതിരിമാരായിട്ട് മാറിയത്. ഈ പ്രദേശത്തിന്റെ അയൽവാസികളായി വരുന്നത് തെക്കുഭാഗത്ത് കൊച്ചി രാജാവും അല്ലെങ്കിൽ കൊച്ചി രാജ്യവും, മറുഭാഗത്ത് അതായത് വടക്ക് പടിഞ്ഞാറ് ആ ഭാഗത്തൊക്കെ വരുന്നത് സാമൂതിരിയുടെ പ്രദേശങ്ങളുമായിരുന്നു. താരതമ്യേന ഇവർക്ക് സൈന്യ ബലം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ഈ സാമൂതിരിയും അതുപോലെ തന്നെ കൊച്ചി രാജ്യവും ഇവരുടെ സ്ഥലങ്ങൾ കൈയടക്കാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞല്ലോ, ദുർബലമായ സൈന്യമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഇവര് സാമൂതിരിയുടെ സാമന്തന്മാരായിട്ട് അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കളൊക്കെ ആയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർക്ക് ഈ സ്ഥലം കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സാമൂതിരി ഈ സ്ഥലം കീഴടക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്ത് ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിന് പല തർക്കങ്ങളും ഉണ്ട്. വ്യക്തമായ രേഖകളില്ല. പുന്നത്തൂർ പ്രദേശം സ്വതന്ത്രമായി നിൽക്കാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. 1791 സാമൂതിരിയുടെ വെറും നികുതി പിരിവുകാരൻ എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അപമാനകരമായ അവസ്ഥയിലേക്ക് പുന്നത്തൂർ നമ്പൂതിരിമാരുടെ അധികാരം കുറഞ്ഞു. ആകെ ലഭിച്ചിരുന്ന നികുതിയുടെ 1/5, അതായത് 20,000 രൂപ അല്ലെങ്കിൽ പണം സാമൂതിരി ഇവർക്ക് അലവൻസായി നൽകിയിരുന്നു. പുന്നത്തൂർ നമ്പൂതിരിമാർ കൊച്ചി രാജാവുമായും സാമൂതിരിയുമായും അവസരത്തിനൊത്ത് മാറി മാറി കൂറ് പ്രഖ്യാപിച്ചിരുന്നു. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പായിരുന്നു പ്രാധാന്യം. കൊച്ചി രാജാവും ഡച്ചുകാരുമായി ശത്രുത ഉണ്ടായപ്പോൾ ഇവർ കൊച്ചി രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് 1716 പുന്നത്തൂർ രാജ പരസ്യമായി സാമൂതിരിയോട് കൂറ് പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ അപ്പോൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ശക്തരായി തോന്നുന്നവരുടെ കൂടെ ഇവര് നിൽക്കുമായിരുന്നു.
കുറച്ചുകൂടി പുറകിലേക്ക് പോവുകയാണെങ്കിൽ 1504 പോർച്ചുഗീസുകാരെ നേരിടുവാൻ സാമൂതിരിയെ ഇവർ സഹായിക്കുകയുണ്ടായി. ആ കാലങ്ങളിലെല്ലാം സാമൂതിരിയുമായി ഇവർക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. മാമാങ്കം നടക്കുമ്പോൾ സാമൂതിരിയുടെ വലതുവശത്ത് പുന്നത്തൂർ രാജാവിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടായിരുന്നു. 1754 1758 ഇടയ്ക്കാണ് പുന്നത്തൂർ കോട്ട പണിതത്. കോവിലകവും നാടകശാലയും കളരിയും കുളങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു മനോഹരമായ ഒരു കോട്ടയാണ് പുന്നത്തൂർ കോട്ട. 1792 സാമൂതിരിയുടെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായപ്പോൾ പുന്നത്തൂർ നമ്പൂതിരിമാരുടെ പ്രദേശങ്ങളും ഇതിൽപ്പെട്ടു. ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതായ നികുതി വലിയ കുടിശ്ശികയായപ്പോൾ പുന്നത്തൂർ കുടുംബം കോട്ട് വാർഡ്സിന്റെ കീഴിലായി. എന്താണ് കോട്ട് വാർഡ്സ്? നാട്ടുരാജാക്കന്മാരുടെ സ്ഥലങ്ങൾ കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു ഇത്. രാജ്യത്തിന്റെ ഭരണം മോശമാകുമ്പോഴും അവകാശികൾ പ്രായപൂർത്തിയാകാത്തവരായാലും ആ പ്രദേശത്തിന്റെ അധികാരം കോർട്ട് ഓഫ് വാർഡ്സിന്റെ കീഴിലാകും. ഇത്തരം പ്രദേശങ്ങളെ എസ്റ്റേറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. വാർഡ്സ് എന്നാൽ ഗാർഡിയൻ എന്നാണ് അർത്ഥം. ഇത് ഡിസ്ട്രിക്ട് കളക്ടറുടെ ചുമതലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇവരായിരുന്നു കുടിയാന്മാരിൽ നിന്ന് പാട്ടം പിരിക്കുന്നതും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതും. എങ്ങനെ നികുതി പിരിക്കണം എന്ന് നാട്ടുരാജാക്കന്മാരെ പഠിപ്പിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാര് ഇവരോട് പറഞ്ഞിരുന്നത്. അതായത് നാട്ടുരാജാക്കന്മാർക്ക് കാര്യപ്രാപ്തി ഉണ്ട് എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നിയാൽ ഈ സ്വത്തുക്കളെല്ലാം തിരിച്ചു ലഭിക്കുമെന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു. നാട്ടുരാജാക്കന്മാരും അവരുടെ അനുയായികളും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ഉണ്ടാകാതിരിക്കുവാനായിരിക്കണം ഇങ്ങനെ ചെയ്തത്. ഉടമസ്ഥർ മരണപ്പെട്ടാൽ പ്രായപൂർത്തിയാകാത്തയാളാണ് മകനായും അവകാശിയുമായി ഉള്ളതെങ്കിൽ കോർട്ട് ഓഫ് വാർഡ്സിന്റെ കീഴിൽ വരും ആ പ്രദേശങ്ങളൊക്കെ. ഇങ്ങനെ കേരളത്തിൽ 2 പ്രദേശങ്ങളാണ് കോർട്ട് ഓഫ് വാർഡ്സിന്റെ കീഴിലുണ്ടായിരുന്നത്. ഒന്ന് കവളപ്പാറ, മറ്റൊന്ന് പുന്നത്തൂർ കോവിലകം. കവളപ്പാറ മൂപ്പിൽ നായരെ കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. പുന്നത്തൂരില് 6000 ഏക്കറോളം സ്ഥലങ്ങൾ 8 ദേശങ്ങളിലായി ചിതറിക്കിടന്നിരുന്നു. ചില പ്രദേശങ്ങൾ കൊച്ചി രാജ്യത്തിലും പെട്ടിരുന്നു. കോഴിക്കോട് സാമൂതിരി കോളേജിലായിരുന്നു പുന്നത്തൂർ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത അംഗങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. സാമൂതിരിയുടെ കീഴിലല്ലാതെ ഒറ്റയ്ക്ക് നാട്ടുരാജ്യമായി പരിഗണിക്കുവാൻ പുന്നത്തൂർ രാജ കോർട്ട് ഓഫ് വാർഡ്സിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ 2 പേരുടെയും, അതായത് സാമൂതിരിയുടെയും പുന്നത്തൂർ രാജാവിന്റെയും പരസ്പരമുള്ള അനുവാദം ഇല്ലാതെ ഈ കാര്യം സാധ്യമല്ല എന്നും തൽസ്ഥിതി തുടരണം എന്നും കോർട്ട് ഓഫ് വാർഡ്സ് ഇവരെ അറിയിച്ചു, പുന്നത്തൂർ രാജാവിനെ അറിയിച്ചു. ടിപ്പു സുൽത്താന്റെ അധിനിവേശ കാലത്ത് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അതായത് സ്വന്തം സ്ഥലത്തെ പാടത്ത് വിള കൊയ്തെടുക്കാൻ പുന്നത്തൂർ രാജാവിനെ കൊച്ചി രാജാവ് അനുവദിച്ചില്ല. കാരണം നമുക്കറിയാം, അതിനു മുമ്പ് ടിപ്പു വന്നപ്പോ ഈ സാമൂതിരിയും കുടുംബമൊക്കെ നാട് വിട്ടു പോയിരുന്നു. കൊച്ചി ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചി ചില ഉടമ്പടികളൊക്കെ ടിപ്പുവായിട്ട് വെച്ചിരുന്നു. അപ്പൊ കൊച്ചി രാജാവിന്റെ കീഴിലാണ് ഈ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചി രാജാവ് ഇത് സമ്മതിക്കാതിരുന്നത്. പിന്നീട് പുന്നത്തൂർ രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം മതപരമായ ആവശ്യങ്ങൾക്കും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഒരു ചെറിയ ഇളവ് ചാവക്കാടിന്റെ കളക്ടർ നൽകി. കാര്യസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത മൂലം പുന്നത്തൂർ വലിയ കടബാധ്യത ഉണ്ടാക്കിയതായി രേഖകളുണ്ട്. ഗുരുവായൂരിലേക്ക് 10,000 രൂപയോളം നൽകാനുണ്ടായിരുന്നു. 18 വർഷവും 11 മാസവും പുന്നത്തൂർ എസ്റ്റേറ്റ് കോർട്ട് മാനേജ്മെന്റിന്റെ കീഴിലായിരുന്നു. ഈ കാലയളവിൽ കിട്ടാനുണ്ടായിരുന്ന നികുതിയെല്ലാം പിരിച്ചെടുക്കുകയും കടങ്ങളെല്ലാം തീർക്കുകയും ചെയ്തതായിട്ട് രേഖകളുണ്ട്. ചന്തകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി 41,292 രൂപ ചെലവാക്കിയ ഒരു കണക്ക് ബ്രിട്ടീഷ് രേഖകളിലുണ്ട്. ഗുരുവായൂരിലെ പൂക്കോട് എന്ന പ്രദേശം ഇപ്പോൾ കോട്ടപ്പടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
കച്ചവടം വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണത്രേ ക്രിസ്ത്യൻ വ്യാപാരികളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. തദ്ദേശീയരായ മുസ്ലിങ്ങളുമായി പുന്നത്തൂരിലെ ക്രിസ്ത്യാനികൾക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ 8 വീട്ടിൽ പിള്ളമാർ എന്ന രീതിയിൽ ഇവിടെ 8 വീട്ടിൽ പണിക്കന്മാരുണ്ടായിരുന്നു. ഇവർക്ക് പുന്നത്തൂർ രാജ കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധമായിരുന്നു. ഇവരായിരുന്നു ടിപ്പു ഈ പ്രദേശം ആക്രമിച്ച സമയത്ത് ആ ആക്രമണത്തെ പ്രതിരോധിച്ചത്. ടിപ്പുവിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടുവാൻ 8 വീട്ടിൽ പണിക്കന്മാരെ പ്രധാനമായി സഹായിച്ചത് മുസ്ലിങ്ങളായ ഹൈദ്രോസ് കുട്ടി മൂപ്പനും ചോപ്പൻ അലിക്കുട്ടിയുമായിരുന്നു. ഇവരുടെ സഹായത്താലാണത്രേ പുന്നത്തൂർ കോട്ടയെ സംരക്ഷിക്കുവാൻ പണിക്കന്മാർക്കായത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ കാര്യമായി ആക്രമണം നടത്തുവാൻ ടിപ്പുവിന് ആയില്ല. ഇന്നും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദത്തിലാണ് ഇവിടെ കഴിയുന്നത്. പുന്നത്തൂർ കോട്ടയിലെ GV രാജ അല്ലെങ്കിൽ ഗോദവർമ്മ രാജ മരണപ്പെട്ടതിന് ശേഷം 1975 ഗുരുവായൂർ ദേവസ്വം ഈ പ്രദേശം വാങ്ങിക്കുന്നത്. GV രാജ കേരളത്തിലെ സ്പോർട്സിനും ടൂറിസം പ്രൊമോഷനും ഒരുപാട് സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ്. പിന്നീട് അവരുടെ കുടുംബത്തിൽപ്പെട്ട ചില അനന്തരാവകാശികളെല്ലാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 11.5 ഏക്കർ മനോഹരമായ പ്രദേശത്താണ് പുന്നത്തൂർ കോട്ടയുള്ളത്. ചില സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആനകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെന്റർ കൂടിയായി ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അത്ര ആനകൾ ഇപ്പൊ ഇല്ല പുന്നത്തൂർ കോട്ടയിൽ. ഞാൻ ഇവിടെ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം പരിപൂർണമായും റിസർച്ച് ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളവയിൽ നിന്നാണ്. അതിന് ആധികാരികതയുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം പുന്നത്തൂർ കോട്ടയുടെ പരിസരങ്ങളിലുള്ള പ്രദേശങ്ങളാണ്. ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. പരിപൂർണമാണ് ചരിത്രം എന്ന് ആർക്കും അവകാശപ്പെടാനും കഴിയുകയില്ല. പുതുതായി വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ആ വിവരങ്ങളും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പുന്നത്തൂർ കോട്ടയുടെ ആ ചരിത്രത്തിന്റെ ആ സുഗന്ധവും പേറി നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് നീങ്ങുകയാണ്. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതുതായി ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.